യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ഗൺമാൻമാർക്ക് മുൻകൂർ ജാമ്യം. നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി. പ്രതികളായ 5 പേർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സന്ദീപ് എസ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഹണി എം വർഗീസിന്റേതാണ് ഉത്തരവ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ വെച്ച് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ഗൺമാൻമാരായ അനിൽകുമാറും സന്ദീപസും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. 2023 ഡിസംബറിലാണ് സംഭവം ഉണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നിറങ്ങി വന്നാണ് ഗൺമാൻ പ്രതിഷേധക്കാരെ മർദ്ദിച്ചത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുക മാത്രമാണ് ഗൺമാൻ ചെയ്തതെന്നും അതൊരു രക്ഷാപ്രവർത്തനമാണെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി ഗൺമാൻമാരുടെ നടപടിയെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ കോൺഗ്രസ് നേതാക്കൾ വലിയ പ്രതിഷേധമുണർത്തി. പോലീസ് നടപടിയെടുക്കാതിരുന്നതിനെ തുടർന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ഗൺമാൻമാർക്കെതിരെ പോലീസ് കേസെടുക്കുകയുമായിരുന്നു. അതേസമയം പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ 5 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 6 മുതൽ 10 വരെയുള്ള പ്രതികളെയാണ് നാളെ വൈകിട്ട് 5 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മകൾ വീണ വിജയന്റെയും ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറാണ് ആക്രമിച്ചത്. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ മെയ് 27-നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 8 മണിക്കൂറോളം മിന്നൽ പരിശോധന നടത്തിയത്. അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRL തമ്മിലുള്ള മാസപ്പടി ഇടപാടുകളിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇത്. മാസപ്പടി കേസിലെ ED അന്വേഷണത്തിനുള്ള നിയമപരമായ തടസ്സങ്ങൾ ഹൈക്കോടതി നീക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു റെയ്ഡ് കഴിഞ്ഞ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് മടങ്ങിയ വാഹനങ്ങൾ വളഞ്ഞ് CPM, DYFI, SFI പ്രവർത്തകർ കല്ലുകൾ, ഇഷ്ടികകൾ, മരക്കഷ്ണങ്ങൾ എന്നിവ ഉപയോഗിച്ച് കാറുകൾ ആക്രമിക്കുകയായിരുന്നു. എന്നാൽ പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയായ മാസപ്പടി കേസിൽ പലതും പുറത്തു വരാനുണ്ടെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. CBI അന്വേഷണം വന്നാൽ പിണറായി വിജയൻ പ്രതിപട്ടികയിലേക്ക് വരുമെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. സേവനമൊന്നും നൽകാതെയാണ് വീണ പണം കൈപ്പറ്റിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് വീണയ്ക്കെതിരായ അന്വേഷണം. CMRL യഥാർത്ഥ സേവനം കിട്ടിയത് PBയിൽ നിന്നാണെന്നും കരിമണൽ എടുക്കാൻ മുൻ സർക്കാർ അവസരമൊരുക്കിയെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. എന്തിനു വേണ്ടിയാണ് വീണ പണം കൈപ്പറ്റിയത്? ബാങ്ക് മുഖാന്തരമാണ് പണം വാങ്ങിയത്. നിയമപരമായി കിട്ടിയെന്ന പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് മാത്യു കുഴൽനാടൻ ഒരു പ്രയോജനവുമില്ലാതെ ആരെങ്കിലും കോടികൾ കൊടുക്കുമോ എന്നും ചോദിച്ചു. യഥാർത്ഥ സേവനം കിട്ടിയത് PBയിൽ നിന്നാണ്. CMRL കമ്പനിക്ക് കരിമണൽ എടുക്കാൻ അവസരം ഒരുക്കിക്കൊടുത്ത് പിണറായി ആണെന്നും കുഴൽനാടൻ ആരോപിച്ചു. ഭൂപരിധി നിയമപ്രകാരം തിരിച്ചുപിടിക്കേണ്ട ഭൂമിക്ക് ഇളവ് നൽകി. 60 ഏക്കറിലധികം ഭൂമിക്ക് റവന്യൂ ഇളവ് നൽകി. പ്രളയം മനുഷ്യനിർമ്മിതമെന്ന് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം ചെയ്ത് ആർക്ക് വേണ്ടിയാണെന്നും മാത്യു കുഴൽനാടൻ ചോദിക്കുന്നു. CMRL എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ മകൾക്കാണ് കോടിക്കണക്കിന് രൂപ കമ്പനി കൊടുത്തത്. യഥാർത്ഥത്തിൽ ED റെയ്ഡ് നടത്തേണ്ടിയിരുന്നത് AKG സെന്ററിലാണ്. കമ്പനി ഡയറക്ടറായ വീണ നൽകിയ വിലാസം AKG സെന്ററിന്റേതാണ്. എന്തിന് ഈ വിലാസം വീണ നൽകിയെന്ന് ചോദിക്കാൻ ആർജവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ ഇല്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ED വാഹനം തകർക്കുന്ന സഖാക്കൾ യഥാർത്ഥത്തിൽ CPMനെയാണ് തകർക്കുന്നത്. ഇതിലും വലിയ പതനം പാർട്ടിക്കുണ്ടാകും. മകൾ ചെയ്ത കാര്യങ്ങളുടെ ആഴവും പരപ്പും പിണറായിക്ക് അറിയാം. അതിനാലാണ് എന്നെ പിണറായി വേട്ടയാടിയതിനെന്നും കുഴൽനാടൻ പറഞ്ഞു. CMRL വഴിവിട്ട സഹായം ചെയ്തതിൽ പിണറായിക്ക് പങ്കും. CBI അന്വേഷണം വന്നാൽ പിണറായി വിജയനും പ്രതിയാകുമെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.